76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ഇന്ത്യയുടെ വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതി കർത്തവ്യബദ്ധിലെ പരേഡ് നടക്കുകയാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. രുജേഷ് രവീന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ. രുജേഷ്, വിപുലമായ പരിപാടികളാണ് രാജ്യതലസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലുമെല്ലാം. വിവരങ്ങൾ പറയൂ. 75 വർഷം തികഞ്ഞതിന് ശേഷം 76ാം റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നത് അതിന്റെ എല്ലാ ഗരിമയും അത് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. കാരണം രാവിലെ മുതൽ അത്രമാത്രം വിപുലമായ ചടങ്ങുകളാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച 1950-ൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു സുകർണോ ആയിരുന്നു അന്ന് മുഖ്യാതിഥി. ഇത്തവണ 75 വർഷങ്ങൾക്ക് ശേഷവും ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ തന്നെയാണ് മുഖ്യാതിഥിയായി ഇന്ത്യ ക്ഷണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചരിത്ര നിമിഷമാക്കി ഇന്തോനേഷ്യയും എടുത്തു. അവരുടെ സൈന്യത്തിന്റെ ഭാഗമായി അവരുടെ സൈന്യവും നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. അത് ആദ്യമായാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്തോനേഷ്യ സൈന്യം പങ്കെടുക്കുന്നത്. അത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ ചടങ്ങിനെ മാറ്റാൻ ഇരു രാജ്യങ്ങളും അതിന് ഭാഗമാകുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പതിവ് പോലെ തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തിയും ഇന്ത്യയുടെ ഒരു വൈവിധ്യവും ഒക്കെ വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഈ ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നത്. ഇന്ത്യ പ്രധാനമായും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ള ടാങ്കുകൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ടാങ്കുകൾ, മിസൈൽ സിസ്റ്റം, അത്തരത്തിൽ ഇന്ത്യയുടെ സൈനിക ശേഷി വിളിച്ചോതുന്ന തരത്തിൽ സൈനികരുടെ പ്രകടനങ്ങൾ, ആകാശത്ത് വ്യോമസേനയുടെ ഭാഗമായുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കൊണ്ടുള്ള പ്രകടനങ്ങൾ, അതോടൊപ്പം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോ സംസ്കാരവും ഇന്ത്യയുടെ വികസനം, പല വൈവിധ്യമാർന്ന പല പരിപാടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ, പ്ലാറ്റൂണുകൾ എല്ലാം ഒന്നൊന്നായി അത്രമാത്രം ഒരു വൈവിധ്യം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ 10,000 അതിഥികളാണ്, ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം നിരവധി ആളുകൾ ഈ ഒരു പരേഡ് കാണാനായി ഡൽഹിയിലേക്ക് ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പവലിയനിൽ അവസരമുണ്ടായിരുന്നു. രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്തോനേഷ്യൻ പ്രസിഡന്റിനോടൊപ്പം ഇന്ത്യയുടെ ഒരു കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെയാണ് ഈ പരിപാടിക്ക് എത്തിയത്. ആദ്യം ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ സല്യൂട്ട് രാഷ്ട്രപതി സ്വീകരിച്ചു. അതിനു മുന്നോടിയായി യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ഈ പരിപാടിക്ക് തുടക്കമായത്. എന്തായാലും വിപുലമായ പരിപാടി അല്പസമയം മുൻപാണ് കർത്തവ്യപഥത്തിൽ അവസാനിച്ചത്. ശരി, രുജേഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. Başlat! Mother!